ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എവർ ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് വിക്ടോറിയ ആശുപത്രിയാണ്, വിച്ച് മീൻസ് ഗവൺമെൻറ് വിക്ടോറിയ ഹോസ്പിറ്റൽ കൊല്ലം. എന്താ പറയുക, അപ്പോൾ ഇന്ന് ഒരാവശ്യത്തിനായിട്ട് എൻ്റെ ഉമ്മയും കൊണ്ട് അങ്ങോട്ടൊന്ന് പോകണമായിരുന്നു. അങ്ങനെ പോയപ്പോഴത്തേനും എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും പോകുന്നതാണല്ലോ, എല്ലാം ഒന്ന് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ടൊന്ന് ക്ലിപ്പാക്കി ചെറിയൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ എന്താ പറയുക ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ എന്താ പറയുക ചെറിയ ക്ലിപ്സൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഗൈനക്കോളജി, വിച്ച് മീൻസ് എന്താ പറയുക അതാണ്ടേ നമ്മുടെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങൾക്കൊക്കെ, നമ്മുടെ ഗൈനക്കോളജി പീഡിയാട്രിക്സ് വാർഡല്ല നമ്മുടെ ബ്ലോക്കാണ്. അപ്പോൾ എന്താ പറയുന്നത്, നല്ല നല്ല സൂപ്പർ പെയിൻറ്റിങ്സ് ആയിരുന്നു വോൾസിന്. അതായത് ഈ ഒരു പെയിൻറ്റിങ് എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. ഞാനത് പ്രത്യേകമായിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഡോക്ടർ സ്റ്റെത്തൊക്കെ ഇട്ട് ഒരു ഡോക്ടർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ലവ് ഒക്കെ കാണിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ നടന്നു പോകുന്നത് അവിടെ വാർഡൊക്കെ ഉണ്ട്, ആ സൈഡിലൊക്കെ എന്താ പറയുക വാർഡും കാര്യങ്ങളും പിന്നെ ഒ പി കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് പീഡിയാട്രിക്സ് ബ്ലോക്കാണ്, മേളിലാണ് പീഡിയാട്രിക്സ് വരുന്നത്. അങ്ങനെ അവിടെ ഇങ്ങനെ എല്ലാം മേളിലോട്ട് പീഡിയാട്രിക്സ് ബ്ലോക്കിലോട്ട് മെയിനായിട്ട് കയറിയതൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക ക്ലിപ്സ് എടുത്തു. പിന്നെ പുറത്ത് പോകുമ്പോൾ നമ്മുടെ പാർക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഉപ്പന്താടി എന്ന് പറയുന്ന പിന്നെ നമ്മുടെ കുറേ റൈറ്റിങ്സ് നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പാർക്കാണ് കേട്ടോ, പാർക്കിൻ്റെ വീഡിയോ ആണിത്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. ഐ മീൻ പീഡിയാട്രിക്സ് ബ്ലോക്ക് ആണല്ലോ, അപ്പോൾ തന്നെ ആ ഒരു അട്രാക്ഷൻ ഇത് മേഴ്സിക്കുട്ടി അമ്മയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക അപ്പന്താടി എന്നുള്ളൊരു പാർക്ക് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നല്ല വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വേറെ ഒന്നും പിന്നെ വിക്ടോറിയ എന്ന് പറഞ്ഞത് വേറെ ഒന്നും അങ്ങനെയാണ്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എന്താ പറയുക നമ്മുടെ വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഓങ്കോളജി, ഡയാലിസിസ്, അങ്ങനത്തെ കുറേ ഒ പിയും കാര്യങ്ങളൊക്കെയാണ് ആ ഹോസ്പിറ്റലിൽ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സാണ് അതിൻ്റെയാണ് എല്ലാം വരുന്നത്. പൾമണോളജി, ഓർത്തോപീഡിക്സ്, അതൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയൊക്കെ എന്താ പറയുക നമ്മുടെ അവിടുത്തെ ഗവൺമെൻറ് തന്നെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ ഈ പ്രഗ്നൻറ്റ് വുമൻസിനൊക്കെ, അങ്ങനെ കൊടുക്കുന്ന അങ്ങനെ എല്ലാവരും മേടിക്കാനൊക്കെ നിൽക്കുന്നൊരിതായിരുന്നു. പിന്നെ എന്താ പറയുക ഇതിന് ചുറ്റും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. എന്താ പറയുക അതാണ്ട് ഇതാണ് വിക്ടോറിയ ഹോസ്പിറ്റലിൻ്റെ ഇത് എൻട്രൻസ് അല്ല, ഇത് പക്ഷെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. കുറേ ഉള്ളത് കൊണ്ട് എന്താ പറയുക ഫുള്ള് കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക എല്ലാ കാര്യങ്ങളും കണ്ടു. ഇതാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ഇത് ഫ്രണ്ടിൽ നിന്ന് കയറിയിട്ട് കുറച്ച് സൈഡിലോട്ട് പോകുന്ന ആ ഒരു പോർഷനാണ് ഇത്. ഇതാണ് ആക്ച്വലി നമ്മൾ എൻട്രൻസ് കയറി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആ സൈഡിലോട്ട് പോകുന്നതാണ്. ഇവിടെയൊക്കെ എന്താ പറയുക അമ്മ തൊട്ടിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ കുറേ കാറും ഡോക്ടേഴ്സിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. സോ ഇതാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. സോ ഈ കാണുന്ന പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ നമ്പർ എടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ ആംബുലൻസ് ഒക്കെ എമർജൻസിയിൽ അവിടെയാണ് കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കുന്നത്. എന്നിട്ട് ഇവിടാണ് നമ്മൾ ടോക്കൺ നമ്പർ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. ആൻഡ് ഇവിടുന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ടോക്കൺ അവർ വിളിക്കും. സോ അപ്പോൾ ഇവിടെ പിന്നെ എക്കോ റൂമും ENT അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ടോക്കൺ വിളിച്ചിട്ട് നമ്മൾ എന്താ പറയുക കയറുന്നതാണ് ഇവിടെ. അങ്ങനെ പിന്നെ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ അവിടെയാണ് നമ്മുടെ ഫാർമസിയും പിന്നെ ബാക്കിയുള്ള എല്ലാ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റേയും OP ഉള്ളത് അവിടെയാണ്. ഡോക്ടേഴ്സ് എന്താ പറയുക ചെക്ക് ചെയ്യുന്നത് അവിടെയാണ്. അവിടെ എല്ലാ കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ കുറേ യൂണിറ്റ് ബ്ലോക്കായിട്ടാണുള്ളത്. ഓങ്കോളജി വേറെ ഉണ്ട്, പിന്നെന്താ പറയുക ഇങ്ങനെ കുറേ വാർഡുകളുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. ഹോസ്പിറ്റലിൽ മൊത്തം ഞാൻ ആദ്യമായിട്ട് ആണ് കാണുന്നത്. അവിടെ ഇങ്ങനെ ഉമ്മി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക ഉമ്മി ഇങ്ങനെ എന്നെ കുറേ കാണിച്ചിട്ട്, കാരണം ഡോക്ടർ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എന്താ പറയുക ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വീഡിയോസും ക്ലിപ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഉമ്മി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഡയാലിസിസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഓങ്കോളജി, പിന്നെ നമ്മുടെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഉമ്മിക്ക് അവിടെ ആയിരുന്നു എന്താ പറയുക സ്കാനിങ്ങിൻ്റെ റിസൾട്ട് മേടിക്കേണ്ടത് സൈക്യാട്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടിപ്പുറത്തായിരുന്നു.
ഇവിടെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ വാർഡ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ പേരുകളിലുള്ള വാർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പിന്നെ നമ്മൾ എല്ലാ സൈഡിൽ കൂടിയും പോയി. സൈക്കാട്രി വാർഡിൽ കയറിയായിരുന്നു, ഓങ്കോളജി നോക്കിയായിരുന്നു. ഇവിടെയൊക്കെ ഓങ്കോളജി, ഡയാലിസിസ്, സൈക്കാട്രി ഒക്കെ ഏകദേശം അടുത്തടുത്തടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഓക്സിജൻ സിലിണ്ടറൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, പിന്നെ കുറേ കൺസ്ട്രക്ഷൻസും കാര്യമൊക്കെ വർക്കൊക്കെ ഉണ്ടല്ലോ, വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതിപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് ആണ്. അതിനുശേഷം നമ്മൾ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എവിടുന്ന് എങ്ങോട്ടാണ്, മീൻസ് കുറേ വഴികൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എന്താ പറയുക, നമുക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറി ചെല്ലുന്നതാണ് ഫാർമസി, DH ലാബ്, ഐയുടെ OPD ഒക്കെ വരുന്നത്. സോ ഇതാണ് ഫാർമസി. അടിപൊളിയാണ്. കാരണം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാൾ പെയിൻറ്റിങ്സ് ഒക്കെ സെറ്റാണ്. അപ്പോൾ എന്താ പറയുക, കുറേ കോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കണ്ടില്ല. ലങ്സിനെ പറ്റിയിട്ട്, ഹാർട്ടിനെ പറ്റിയിട്ട്, പിന്നെന്താ പറയുക, ബ്ലഡിനെ പറ്റിയിട്ട്, അങ്ങനെ നല്ല നല്ല എന്താ പറയുക, നമുക്ക് യൂസ്ഫുൾ ആകുന്ന മലയാളം കോഡ്സ് കുറേ ഉണ്ടായിരുന്നു. ശരിക്കും ഉണ്ടായിരുന്നു. എനിക്കെന്തോ അത് കണ്ടപ്പോൾ, പിന്നെ നമ്മുടെ കിഡ്നി അങ്ങനെ അടിപൊളിയായിരുന്നു. വാൾ പെയിൻറ്റിങ്സ് ഒക്കെ സെറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ നമ്മുടെ അവിടുത്തെ എന്താ പറയുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ ഷുഗർ പേഷ്യൻസിന് കാര്യങ്ങൾക്ക് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിക്കണം വേണ്ട, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ സ്മോക്കിങ്ങിനെ പറ്റിയിട്ടുള്ള കുറേ വാൾ പെയിൻറ്റിങ്സ്, അതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. മീൻസ് നമുക്ക് സേ നോ ടു ടൊബാക്കോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സേവ് ദി എർത്ത്, അതാണ് മേ ബി ഒരു എന്താ പറയുക, എനിക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് ഒരു മോട്ടിവേഷൻ. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, വീട്, അങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ ഓരോ പനി കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി എനിക്കെന്തോ ആ ഒരു വൈറ്റ് കോട്ടും സ്റ്റെത്തും ഡോക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കാം മേ ബി എന്താ പറയുക, ഈ ഒരു ഡോക്ടർ തന്നെ ആവണമെന്ന് ഭയങ്കര വലിയൊരു പാഷനും മേ ബി അതുകൊണ്ടായിരിക്കാം. കൂടെയുള്ളവരൊക്കെ പറയലുണ്ടായിരുന്നു വേറെ നല്ല കോഴ്സുകളുണ്ട്, കാര്യങ്ങളുണ്ട്. ബട്ട് എന്തോ എൻ്റെ മനസ്സിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഇൻഷാ അള്ളാ എന്താ പറയുക, ഒന്നും അറിയില്ല, എല്ലാം വിധി പോലെ വരും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് കാണിക്കാൻ വിട്ടുപോയൊരു ക്ലിപ്പാണ് നമ്മുടെ ഓക്സിജൻ സിലിണ്ടേഴ്സ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എന്താ പറയുക ഒരു ഏരിയ ആണ്, ഒരു റൂം പോലെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ഇനി ഉണ്ടായിരിക്കാം. സോ ഞാൻ എടുത്തത് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഐ ഹോപ്പ് ദാറ്റ് യു എൻജോയ്ഡ് ഇറ്റ്. സോ താങ്ക് യു ഗൈസ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.